So, hello guys, welcome to Mr. Roy Vlogs. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എങ്ങോട്ടാന്ന് വെച്ചാൽ ഗ്ലോബൽ വില്ലേജ്. നല്ലൊരു അടിപൊളി ദുബായിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഗ്ലോബൽ വില്ലേജ്. അവിടത്തേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരു 30 dirhams ആണ്. അപ്പോൾ ഇന്നത്തെ എക്സ്പ്ലോർ നമുക്ക് അങ്ങോട്ടേക്കാം. സോ സീ യു ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാ കാണിച്ചു കൊടുക്കടാ അങ്ങോട്ട്. ഗ്ലോബൽ വില്ലേജ് ആയി അടിപൊളി. ദുബായിന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോസ്റ്റ് ടോപ്പസ്റ്റ് സിറ്റി. ഐ മീൻ അത്ര അടിപൊളിയായിട്ടൊരു വെറൈറ്റീസ് പ്ലേസിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു പ്രോബ്ലം പറ്റി. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പെയ്ഡ് പാർക്കിംഗ് ആണ് അവിടെ ആ സെക്ഷൻ. ആ പെയ്ഡ് പാർക്കിങ്ങിന്റെ ബോർഡ് കാണിച്ചു കൊടുക്കും. കണ്ടോ, ആ പെയ്ഡ് പാർക്കിങ്ങിലോട്ട് ആരും പോയി പെടരുത്. കാരണം ഇത്രയും വലിയൊരു ഏരിയ നമുക്ക് ഫ്രീ പാർക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് മാത്രം സ്പോട്ട് ചെയ്തിട്ട് പോവാ. ഓക്കെ, സോ കമോൺ. സോ ഗൈസ്, അപ്പം അങ്ങനെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുവിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരിക്കണം. താങ്ക് യു. അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ കറക്റ്റ് എക്സാക്ട് എൻട്രൻസ് പോയിന്റിലോട്ട് എത്തിയിരിക്കുന്നു. 2 അറബികളൊക്കെ കാണുന്നുണ്ട്. ഇതാ പിന്നെ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ടോട്ടൽ കാണുന്നത്. സോ ഗൈസ്, അങ്ങനെ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. ടിക്കറ്റ് ഇതാ നമ്മുടെ സെക്ഷൻ ഇതാ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉണ്ട്. ടിക്കറ്റ് നമുക്ക് 25 dirhams ആണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് എത്തിയിരിക്കുന്നു. ഗ്ലോബൽ വില്ലേജ് എന്ന മഹാലോകത്തിലോട്ട്. കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ മെയിൽ ടോയ്ലറ്റ് ഉണ്ട്, ATM എല്ലാം കാണാം. അവിടെ ATM ഉണ്ട്. നല്ലൊരു അടിപൊളി ഇന്ത്യൻ കൾച്ചറലായിട്ടുള്ള ഷോപ്പുകൾ കാണുന്നുണ്ട് ഇവിടെ. നെക്സ്റ്റ് അതാ നടന്ന് പാസ് ചെയ്യുമ്പോഴതാ ജോർദാൻ്റെ പവിലിയൻ കാണുന്നുണ്ട്. അടിപൊളി നല്ല ഹൈറ്റ് സെറ്റപ്പിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഖത്തറിൻ്റെ പവിലിയനും ഉണ്ട് നിയർ ബൈ ആയിട്ട് തന്നെ. അങ്ങനെ നമ്മൾ ഇന്ത്യ പവിലിയനിലോട്ട് കയറുകയാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ പവിലിയന്റെ ഉള്ളിലാണ്. പിന്നെ നല്ല കാരിക്കേച്ചറായിട്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ കിട്ടിയിട്ടുണ്ട് അവിടെ. അതിന്റെ അടിയിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എത്ര എമൗണ്ടിനാണ് ചെയ്യാന്നുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ ഖത്തറിലേക്കാണ് പാസ് ചെയ്യുന്നത്. ഖത്തർ കാണിച്ചു കൊടുക്കടാ. വാ. ഉള്ളിൽ ഖത്തറുമായി ബന്ധപ്പെട്ടുള്ള അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അത് നമ്മൾ ആഫ്രിക്കയിലോട്ടാണ് കടക്കുന്നത്. ആഫ്രിക്കയിലോട്ട് കടന്നപ്പോൾ നല്ല അടിപൊളി ഡാൻസും ഒരു ആഫ്രിക്കൻ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഡാൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അത് കാണാൻ കുറേ ആൾക്കാർ തടിച്ച് കൂടിയിട്ടുണ്ട് സൈഡിലെല്ലാം. പിന്നെ നെക്സ്റ്റ് നല്ല വൈറലായിട്ടുള്ള തുർക്കിഷ് ഐസ്ക്രീം. നല്ല ആളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഐസ്ക്രീം. അതാണ് ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്.
അതിന് ഐസ്ക്രീം ആൾക്ക് കിട്ടിയ അവസാനം നെക്സ്റ്റ് ഞങ്ങളത് അതിൻ്റെ സെൻട്രൽ ഏരിയ ഗ്രൗണ്ടിലോട്ടാണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത്. ഗ്രൗണ്ടാണ് നല്ല നല്ല വലുപ്പത്തിലാണ് ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനും കിടക്കാനും ഇരിക്കാനൊക്കെ പറ്റും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അതായത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വെച്ചാൽ വെള്ളത്തിലാണ് ഇവർ മാർക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മാർക്കറ്റിൽ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സുകളും ഉണ്ട്. പക്ഷേ ഈ ഫുഡുകൾ നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. ഇത് ഈ തായ് സ്റ്റൈലുള്ള ഫുഡാണ് ഇതിലുള്ള കൂടുതൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഈജിപ്റ്റ് പവലിയനിലോട്ടാണ് കയറുന്നത്. അതിൽ ഈജിപ്ഷ്യൻസിൻ്റെ ടോട്ടൽ കൾച്ചറായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് നട്ട്സിന്റെ ഷോപ്പാണ് കാണുന്നത്. ആള് കൈ കൊട്ടി പാട്ടൊക്കെ പാടി ആൾക്കാരെ വിളിച്ചിരുത്താനുള്ള ശ്രമത്തിലാണ്. നമ്മൾ വേറൊരു ലോകത്തിലെത്തിയ പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അത്രയ്ക്ക് അടിപൊളി നല്ല മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റും റൈറ്റിലും ഷോപ്സും പിന്നെ അതിൻ്റെമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണ്ടാൽ നമുക്ക് പുറത്തിറങ്ങാനേ തോന്നില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാതും. അതൊക്കെ കഴിഞ്ഞ് പതിനഞ്ചൊക്കെ കഴിഞ്ഞിട്ടില്ല, ഇനി കാണാനുണ്ട് കുറേ. അങ്ങനെ നെക്സ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഡാൻസ് പരിപാടി, അടിപൊളി ഡാൻസ് പരിപാടിയാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം കണ്ടിരുന്നു നമ്മൾ. അങ്ങനെ ഡാൻസ് പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ഈ അമേരിക്കേൻ്റെ പവലിയൻസിലോട്ടാണ് കയറുന്നത്.
അങ്ങനെ പൗലോണി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടത്. അപ്പോൾ അവിടെ കുറച്ചേരി ഇരുന്നു. ലൈറ്റും മ്യൂസിക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിന്റെ സ്പീഡ് ഇങ്ങനെ മാറുന്നത് കാണാൻ പറ്റും. അതിനനുസരിച്ച് കുട്ടികൾ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം ഗ്ലോബൽ വില്ലേജിൽ കുറച്ച് ഏരിയകൾ നമ്മൾ കവർ ചെയ്തു. ഒരു 20% നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരുപാട് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.